കണ്ണൂരിലെ വളക്കൈ സ്കൂൾ ബസ് അപകടത്തിന്റെ ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് പോകുന്നു. വളക്കൈ സ്കൂൾ ബസ് അപകടത്തിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നടപടി വിവാദത്തിൽ. കാലാവധി അവസാനിച്ച സ്കൂൾ ബസ്സുകൾക്ക് ചട്ടവിരുദ്ധമായി ഫിറ്റ്നസ് നീട്ടി നൽകിയതാണ് വിവാദമായത്. ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നടപടി. കേന്ദ്ര സർക്കാരിന് മാത്രമാണ് കാലാവധി നീട്ടി നൽകാൻ അധികാരമുള്ളത്. ആഷൻ ഡിയാഗോ ചേരുന്നു. ആഷൻ ഡിയാഗോ, ഡിസംബർ 29-നാണ് ഈ സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ് സാങ്കേതികമായി അവസാനിച്ചിരിക്കുന്നത്. അത് നീട്ടി നൽകണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയൂ എന്നിരിക്കെ സംസ്ഥാന സർക്കാരിന്റെ മോട്ടോർ വാഹന വകുപ്പ് അത് നീട്ടി നൽകിയത് ചട്ടപ്രകാരം ശരിയാണോ? ഡോക്ടർ അരുൺ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഈ വാഹനങ്ങളുടെ പഴക്കം, അതിൻ്റെ ഫിറ്റ്നസ് നീട്ടി നൽകാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രം നിലനിൽക്കെ എങ്ങനെയാണ് ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഉത്തരവ് ഇറക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ആ ഉത്തരവിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, നിലവിൽ ഇപ്പോൾ ഫിറ്റ്നസ് അവസാനിച്ചതും വരും മാസങ്ങളിൽ ഫിറ്റ്നസ് അവസാനിക്കുന്നതുമായ വാഹനങ്ങളുടെ ഫിറ്റ്നസ് താൽക്കാലികമായി നീട്ടിയിരിക്കുന്നു. ഏപ്രിൽ 25 വരെയാണ് ഇത് നീട്ടി നൽകിയിട്ടുള്ളത് എന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് മാത്രം ഇത്തരത്തിൽ ഒരു നിയമം അല്ലെങ്കിൽ ഭേദഗതി വരുത്താൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉത്തരവിറക്കാൻ അധികാരമുള്ളപ്പോൾ എങ്ങനെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഉത്തരവിറക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്, അതായത് ഈ അധ്യയന വർഷത്തിന്റെ പാതിയിൽ വെച്ച് ഇത്തരത്തിൽ ഈ വാഹനങ്ങൾ ടെസ്റ്റിന് കയറ്റിയാൽ അത് 7 ദിവസത്തോളം വാഹനങ്ങൾ അവിടെ കിടക്കേണ്ടി വരും. അത് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് ഗതാഗത മന്ത്രി ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നൽകിയ നിർദ്ദേശം. അതിന് പകരമായാണ് ഇപ്പോൾ നിലവിൽ ഈ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവിൽ പറയുന്നത്, ഈ വാഹനങ്ങൾക്ക്, ഈ ടെസ്റ്റ് കഴിഞ്ഞ വാഹനങ്ങൾക്ക് നിലവിൽ ഈ ഏപ്രിൽ 25 വരെ കാലാവധി നീട്ടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ഉയർന്ന ആക്ഷേപം ഈ നിയമം, ഈ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് ചട്ടലംഘനമാണ് എന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും അപകടമുണ്ടായാൽ ഇവർക്ക് ഇൻഷുറൻസ് പോലും ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല ഇതിന് നിയമസാധുത ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല MVD ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നതും ഇങ്ങനെ ഈ ഒരു ഉത്തരവ് ഇറക്കുകയോ അല്ലെങ്കിൽ നിർദ്ദേശം നൽകാനോ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പോലും അധികാരമില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ വാഹനങ്ങൾ വീണ്ടും ടെസ്റ്റിന് കയറ്റാതെ തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കണ്ണൂർ വളക്കയിലെ അപകടത്തിനിടയാക്കിയ സ്കൂൾ ബസിന്റെ ഫിറ്റ്നസ് സാങ്കേതികമായി തീർന്നിട്ടും അതെന്തുകൊണ്ട് നീട്ടി നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന വാദം. ഒരു പ്രേക്ഷകൻ അമിത് കുറച്ചു നേരമായിട്ട് മെസ്സേജ് അയക്കുന്നു. അരുൺ സാർ, വളക്കയിലുള്ളയാളാണ്. സ്കൂൾ ബസ് ഡ്രൈവർ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്ന ആളാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല 5 മണിക്ക് ഇയാൾ കളിക്കാൻ പോകാൻ വേണ്ടിയിട്ട് വാഹനം അമിത വേഗതയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും. അയാൾക്ക് ഒട്ടും പരിചയമില്ലായിരുന്നുവെന്ന് അമിത് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ വളക്കയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് വീഴ്ച വന്നു, അത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഈ സ്കൂൾ ബസിൻ്റെ ഫിറ്റ്നസ് അവസാനിച്ചിട്ടും ആ ഫിറ്റ്നസ് നീട്ടി ചട്ടവിരുദ്ധമായി മോട്ടോർ വാഹന വകുപ്പ് കൊടുത്തു എന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം. അങ്ങനെയാണെങ്കിൽ അതും പരിശോധിക്കേണ്ടത്. ഒരു കുഞ്ഞിൻ്റെ ജീവനും 15 കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിന് പരിക്കുമാണ് ഏറ്റത്. തീർച്ചയായിട്ടും അതിൽ ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം.